ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന ഓണപരീക്ഷയിൽ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മക്കളെ. അപ്പം മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക, തൊട്ടടുത്തേക്കൊന്നും ശ്രദ്ധ പോകരുത്. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും ഈ സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. സംസാരിക്കുന്ന ജെക്കെയാണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. വരാനിരിക്കുന്ന ഓണപരീക്ഷയിൽ നിർബന്ധമായി പഠിക്കേണ്ട 5 പ്രോബ്ലം. ഈ 5 പ്രോബ്ലം നിർബന്ധമായി പഠിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തു പോരുത്, മുഴുവനായിട്ട് കാണുക, ഫുൾ മാർക്ക് നേടുക. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ കിട്ടിയ ക്ലിയർ ആയിട്ടൊന്ന് വായിക്കണേ. അപ്പൊ നോക്കൂ, എ കാർ കവേർഡ് ദ ഫസ്റ്റ് 400 മീറ്റർ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യത്തെ 400 മീറ്റർ ദൂരം സഞ്ചരിച്ചത് എത്ര വേഗതയിലാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്. നെക്സ്റ്റ് 1200 മീറ്റർ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് പാസ് ചെയ്തത്. ലാസ്റ്റ് 360 മീറ്റർ 360 മീറ്റർ ദൂരം എന്ത് ചെയ്തു? 12 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ. അങ്ങനെ കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. ഒരു കാർ ആദ്യത്തെ 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും, അടുത്ത 1200 മീറ്റർ ദൂരം 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും, അവസാനത്തെ 360 മീറ്റർ ദൂരം എത്രയായിരുന്നു? 12 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചു. എങ്കിൽ കാറിന്റെ ശരാശരി വേഗം കാണുക. ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. എത്ര സമയം എടുത്തു? ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയമാണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്നാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സമയം തന്നിട്ടില്ല അല്ലേ? നമുക്കിവിടെ ദൂരവും സ്പീഡും മാത്രമേ, വേഗവും മാത്രമേ തന്നിട്ടുള്ളൂ, സമയം തന്നിട്ടില്ല. അപ്പൊ സമയം കണ്ടെത്തണം. അപ്പൊ ആദ്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ, ഈ ചില കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്. കാരണം 3 ഭാഗങ്ങളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 3 ഭാഗങ്ങളായി തിരിച്ചു. ആദ്യത്തെ ഒരു 400 മീറ്റർ ദൂരം എന്ത് ചെയ്തു? 8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും, അടുത്ത 1200 മീറ്റർ ദൂരം 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും, അടുത്ത 360 മീറ്റർ ദൂരം 12 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ദൂരം തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് സ്പീഡ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്ന് പറഞ്ഞാല് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമ്മൾ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് സ്പീഡും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ടൈം കാണാൻ ഈ ടൈമിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ സ്പീഡിനെ താഴത്തേക്ക് കൊണ്ടുവരിക അല്ലെ? സ്പീഡിനെ എന്ത് ചെയ്യുക? താഴത്തേക്ക്. അപ്പൊ നോക്കുക, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? വേഗം സമം ദൂരം ബൈ സമയം. ഈ ടീനെ ഞാൻ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ സ്പീഡ് എന്ത് ചെയ്യണം? സമത്തിന്റെ താഴത്തേക്ക് വരണം അല്ലെ? അപ്പൊ അതായത് ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത്രേ ഉള്ളൂ. എന്താണ് ടി ഈസ് ഈക്വൽ ടു? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതായത് ഒന്നുമില്ല, ഇവിടുത്തെ 400-നെ ഈ 8 കൊണ്ട് ഹരിക്കുക, ഇവിടുത്തെ 1200-നെ 10 കൊണ്ട് ഹരിക്കുക, ഇവിടുത്തെ 360-നെ 12 കൊണ്ട് ഹരിക്കുക. അത്രേ ഉള്ളൂ. വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പൊ ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ നമുക്ക് നോക്കാം. ഞാനിപ്പോ ഈ ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ 400 മീറ്ററിന് 8 കൊണ്ട് ഹരിക്കുക അല്ലെ? 400 മീറ്റർ എന്ത് 8 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ടൈം കണ്ടെത്താണ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കിട്ടി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 400 മീറ്റർ ആണ് ബൈ സ്പീഡ് എത്രയായിരുന്നു? സ്പീഡ് എത്രയാ തന്നിട്ടുള്ള? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് കൊടുത്തു. രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് തന്നെയാണ് വരിക. ഡിസ്റ്റൻസ് ആണ് 1200 മീറ്റർ ആയിരുന്നു അല്ലെ? 1200 മീറ്റർ, അതിന്റെ സ്പീഡ് എത്രയായിരുന്നു? 10 ആയിരുന്നു. ഇനി മൂന്നാമത്തെ സമയം ഇതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്രയായിരുന്നു? 360 മീറ്റർ ദൂരം, അതിനെത്ര? 12 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രേ ഉള്ളൂ. ഇതൊരു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇത് ഈസി ആയിട്ട് ചെയ്യാം. 400 ഹരിക്കണം 8 ആണ്. 400-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 40-ൽ 8 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം പോകും. അപ്പൊ 8-ൽ 1 പ്രാവശ്യം, 40-ൽ 5 പ്രാവശ്യം അല്ലെ? അങ്ങനെയല്ലേ വരിക? നമുക്ക് വേറെ കളർ പിടിക്കാം. 8-ൽ 1 പ്രാവശ്യം, 40-ൽ 5 പ്രാവശ്യം, അതായത് 50 എന്ന് കിട്ടി. 50 സെക്കൻഡ്. ഇവിടെ 00 വെട്ടിക്കളയാ, ഇവിടെ 120 എന്ന് കിട്ടി. അത്രയും സെക്കൻഡ് ടൈമാണ്, സെക്കൻഡ്. ഇവിടെ നോക്കുക, 36-ൽ 12 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 12 12 പ്രാവശ്യം, 36-ൽ 3 പ്രാവശ്യം, അപ്പൊ 30 എന്ന് കിട്ടി. അപ്പൊ അത്രയും സെക്കൻഡ്. അപ്പൊ ഇവിടെ ടോട്ടൽ ടൈം നമുക്ക് കിട്ടി. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം. അപ്പോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 400 പ്ലസ് 1200 പ്ലസ് 360 ബൈ ടോട്ടൽ ടൈം എത്ര? 50 പ്ലസ് 120 പ്ലസ് 30. ഇതൊരു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി.
ഇല്ലേ? 400 ഇവിടെ നോക്കുക, 1200 400 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1600 1600 പ്ലസ് 360 1960 വരും അല്ലെ? കൂട്ടിക്കഴിഞ്ഞാൽ 1960 ബൈ താഴെ 120 50 പറഞ്ഞാൽ എത്ര? 170 30 200 എന്ന് കിട്ടി. 200 ഈ 0 വെട്ട അല്ലെ? ഇനി 196 20 എത്ര പ്രാവശ്യം പോകും നോക്കാം. അപ്പൊ 2 നോക്കാം. 19 2 എത്ര പ്രാവശ്യം പോകും? 9 2 18 9 അല്ലെ? 9 2 18 ബാക്കി 2 വരുമ്പോ എന്ത് വരും? 9 2 18 ബാക്കി 1 16 6 8 പ്രാവശ്യം. അപ്പോ 98 ബൈ എന്ത് വരും? നമ്മൾ ആൻസർ 98 ബൈ 10 എന്ന് വരും. 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി കുത്തുക. 9.8 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ആൻസർ എത്ര കിട്ടി? 9.8. നമ്മൾ ആൻസർ എത്ര കിട്ടി? 9.8 മീറ്റർ പെർ സെക്കൻഡ്. അത്രേ ഉള്ളൂ. 9.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാല് 9.8. അപ്പൊ മക്കളെ ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് വന്നാൽ ഒരു കാരണവശാലും തെറ്റിക്കരുത്. എന്ത് ചെയ്യാ? ടൈമാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ടൈം കാണാൻ പറഞ്ഞ എന്ത് ചെയ്താൽ ആദ്യം ഒന്നുമില്ല, ഇത് അങ്ങോട്ട് വരച്ചിട്ട് എന്ത് ചെയ്യാ? ഈ 400 8 കൊണ്ട് ഹരിക്കുക, 1200 10 കൊണ്ട് ഹരിക്കുക, 360 12 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ഒക്കെ കൂട്ടുക, താഴത്തും കൂട്ടുക, ആൻസർ ആയി. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലങ്ങൾ എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രോബ്ലം വരും. അപ്പൊ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മക്കളെ അങ്ങോട്ട് ശ്രദ്ധിച്ചോളി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിച്ച ഒരു കാറിന്റെ പ്രവേഗം 8 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറിയെങ്കിൽ ത്വരണം ആക്സലറേഷൻ കാണുക. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എവിടുന്നാണ്? നിശ്ചലാവസ്ഥയിലാണ് തുടരുന്നത്. അതുകൊണ്ട് ആദ്യ പ്രവേഗം 0 ആണ്. ആദ്യ പ്രവേഗം എന്താണ്? 0. ഇപ്പൊ ഒരു എക്സാമ്പിള്, ഈ കാർ ഇവിടുന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നു വിചാരിക്കുക. ഇവിടെയാണ് കാർ, ഇതാ ഇവിടെ ഒരു കാർ. ഈ കാർ പിന്നീട് എന്ത് ചെയ്തു? ഇവിടെ എത്തിച്ചേർന്നു വിചാരിക്കുക. അപ്പൊ ആദ്യം അത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ 8 സെക്കൻഡ് കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി എത്രയായി? 40 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാൽ ഈസിയാണ്. A is equal to V minus U by T. ഇതാണ് U എന്ന് പറയുന്നത്, ഇതാണ് V, ഇതാണ് T. ഈസി അല്ലേ? അപ്പൊ എത്ര കിട്ടി? 40 മൈനസ് 0 ബൈ 8. 40 0 കുറയ്ക്കാണ് 40 ബൈ 8. 8 5 40 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് എഴുതണം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ആക്സിലറേഷൻ കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A is equal to V minus U by T. ഈ ഇക്വേഷൻ ഓർത്തേക്കുക. ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്, നിശ്ചലാവസ്ഥയിലാണ് തുടരുന്നത്. അതുകൊണ്ടാണ് U 0 ആയത്. അവസാനത്തെ ഫൈനൽ വെലോസിറ്റിയാണ് V. അത് മാറിപ്പോയത്. അത് മാറിപ്പോയില്ലെങ്കിൽ നിങ്ങൾ ആൻസർ ശരിയാവും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ കാർ ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് കെയിം ടു റെസ്റ്റ്. കണ്ടില്ലേ? അവസാനം എന്ത് ചെയ്തു? 5 സെക്കൻഡ് കൊണ്ട് അത് റെസ്റ്റ് ആയി. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ കാണും. ഇപ്പൊ നമ്മൾ നേരത്തെ തൊട്ടു മുന്നേ ചെയ്ത പ്രോബ്ലം എന്താണ്? നിശ്ചലാവസ്ഥയിൽ നിന്നും സ്പീഡിൽ പോവാണ്. അടുത്ത പ്രോബ്ലം എങ്ങനെയാണ്? സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോ എന്താണ്? റെസ്റ്റിലേക്ക് മാറണം. അപ്പൊ ആ ഒരു വ്യത്യാസം ഓർത്തു വെക്കണം. അതായത് ഇവിടെയാണ് ഇപ്പൊ ലോറി എന്ന് വിചാരിക്കുക. അതിന്റെ ആദ്യത്തെ വെലോസിറ്റി പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി അത് റെസ്റ്റായി. എന്തായി? റെസ്റ്റായി, നിശ്ചലാവസ്ഥയായി. അപ്പൊ 0 ആയി. എത്രയായി? 0 ആയി. അങ്ങനെയെങ്കിൽ ഇതാണ് U, ഇതാണ് V എന്ന് പറയുന്നത്. നമ്മൾ ഇക്വേഷൻ എന്താണ്? പെട്ടെന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? A is equal to V minus U by T. V എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് U എന്ന് പറഞ്ഞാൽ 30 ആണ് ബൈ 5. അപ്പൊ മൈനസ് 30 ബൈ 5. 30 5 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് കിട്ടി. അപ്പൊ മൈനസ് 6 30 അല്ലേ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ മൈനസ് നെഗറ്റീവ് വന്നാൽ ഓർത്തു വയ്ക്കുക, അത് ഏതാണ്? റിട്ടർഡേഷൻ ആണ്. റിട്ടർഡേഷൻ മന്ദീകരണം. എന്താ പറയാ? മന്ദീകരണം. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ത്വരണം ആക്സിലറേഷൻ കാണുമ്പോൾ നെഗറ്റീവ് സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ, നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് മന്ദീകരണം, റിട്ടർഡേഷൻ ആണ്. പോസിറ്റീവ് ആണെങ്കിൽ അത് ആക്സിലറേഷൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട എത്രേ ഉള്ളൂ, ഒരു കാർ നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്പീഡിൽ പോവാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ആണ്. സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നിശ്ചലാവസ്ഥയിലേക്ക് മാറുന്നു, ഫൈനൽ വെലോസിറ്റി 0 ആയി. അപ്പൊ അത് റിട്ടർഡേഷൻ ആണ്, മന്ദീകരണമാണ്. അപ്പൊ തെറ്റിക്കരുത് മക്കളെ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഇങ്ങനത്തെ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പ്രോബ്ലങ്ങൾ. ഈ 5 പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ഇടാം. അപ്പൊ നോക്കുക, അടുത്ത പ്രോബ്ലം എന്താണ്? അടുത്ത പ്രോബ്ലം, 2 കാറുകളുടെ സഞ്ചാരപാതകൾ ചിത്രത്തിലേതുപോലെ എ നിന്ന് എന്താണ്? എ എന്ന കാർ എന്ത് ചെയ്തു? പിയിൽ നിന്ന് Q വഴി ആറിലേക്ക് എത്തുന്നു. ബി എന്ന കാർ പിയിൽ നിന്ന് S വഴി ആറിലേക്കുമാണ് സഞ്ചരിച്ചത്. ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഇത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാർ എ സഞ്ചരിച്ച ആകെ ദൂരം എത്ര? കാറുണ്ടായ സ്ഥാനാന്തരം എത്ര?
കാർ ബി സഞ്ചരിച്ച ആകെ ദൂരം എത്ര, കാറിന്റെ സ്ഥാനാന്തരം എത്ര. ഏതൊരു ചലനത്തിലാണ് ഒരു വസ്തു സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും അളവുകൾ തുല്യമാകുന്നത്, അത് ഏതായിരിക്കും അല്ലെ, ഒറ്റയടിക്ക്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ എ. ഇതാണ് കാർ എ. കാർ എ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര പോയി എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ പോരെ അല്ലെ. അപ്പൊ എത്ര കിട്ടി, 500 + 600 = 5 6 11 2 0 അല്ലെ, 1100. എത്ര കിട്ടി അല്ലെ, 1100 മീറ്റർ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടി എത്രയാണ്, 1100 മീറ്റർ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാർ എയുടെ ഡിസ്പ്ലേസ്മെന്റ്, കാർ എ എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് ക്യൂ വഴി ഇങ്ങനെയാണ് സഞ്ചരിച്ചത്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് പറയാം. എന്താ പറയാ, സ്ഥാനാന്തരം. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി മക്കളെ, 1000 എന്ന് കിട്ടി, 1000 മീറ്റർ. ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ആകെ ദൂരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയാൽ മതി. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അത് മാത്രം ഓർത്തുവെച്ചാൽ മതി. ഇപ്പൊ തീർന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കാർ ബി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ ബി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതാ കാർ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ 400 600 കൂട്ടിയാ പോരെ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 400 + 600 = 1000 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 1000 തന്നെ. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ദൂരവും സ്ഥാനാന്തരം എന്താണ്, തുല്യമാണ് മക്കളെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, നേർരേഖയിലാണെങ്കിൽ ദൂരം എന്ന് പറഞ്ഞാലും സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഈ ചിത്രത്തിനകത്ത് ദൂരം എന്ന് പറഞ്ഞാൽ ഇതാണ്, പക്ഷെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു തരം ചലനത്തിനാണ് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിന്റെ സ്ഥാനത്തിനാണ് തുല്യമാവുന്നത്, നേർരേഖയിൽ കാർ ബിന്റെ ആണ്. ഏതാണ്, കാർ ബി. കാരണം എന്താണ്, നേർരേഖയിലാണ് അല്ലെ. ഏത് സമയത്ത്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ, ഏത് മോഷനിലാണ് മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഈക്വൽ ആയത്, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അതായത് കാറ് ബി അല്ലേ, കാർ ബി. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ ഇതേപോലെ തന്നെ പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് എത്തി. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത് കൂട്ടിയാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു വസ്തു സമവേഗത്തിൽ 10 സെക്കൻഡ് സമയം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. എന്താണ് ക്വസ്റ്റ്യൻ, ഒരു വസ്തു സമവേഗത്തിൽ സഞ്ചരിച്ച് 10 സെക്കൻഡ് കൊണ്ട് പി ക്യൂ വഴി ആറിലെത്തുന്നു അല്ലേ. ആൻ ഒബ്ജക്റ്റ് മൂവ് പി ആൻഡ് റീച്ച് ദി ആർ വഴി ക്യൂ വിത്ത് യൂണിഫോം സ്പീഡ് ടേക്ക്. ടൈം എത്രയാണ്, 10 സെക്കൻഡുകൾ. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് ടൈം വന്നിട്ടില്ല, നേരെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞതാണ്. പക്ഷെ ഈ ചിത്രത്തിനകത്ത് നമുക്ക് ടൈം തന്നു. അപ്പൊ എന്തൊക്കെ കാണണം, ഇവിടെ എന്താ കാണാൻ പറ്റില്ല, വസ്തു സഞ്ചരിച്ച ദൂരം എത്ര, സ്ഥാനാന്തരം എത്ര, വസ്തുവിന്റെ വേഗവും പ്രവേഗവും കണക്കാക്കുക. കണ്ടില്ലേ. അപ്പൊ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മളോട് പറയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാ, ഇത് രണ്ടും കൂട്ടിയാൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 60 പ്ലസ് എത്ര കിട്ടി, 80. അപ്പൊ 60 പ്ലസ് 80 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 6 8 എത്രയാണ്, 6 4 10 14 140 മീറ്റർ ദൂരം അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് 140 നിങ്ങൾക്ക് കിട്ടി. ഇനി ഇങ്ങോട്ട് എന്താ പറയുക, രണ്ടാമത്തെ വസ്തുവിന്റെ സ്ഥാനാന്തരത ഒന്നുമില്ല, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇതാണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 110 മീറ്റർ. അപ്പൊ രണ്ടാമത്തെ ഏതാണ്, 110 മീറ്റർ എന്ന് കിട്ടി. ഇനി വസ്തുവിന്റെ വേഗവും കാണണം, അതേപോലെ തന്നെ പ്രവേഗവും കാണണം. വേഗം കാണാൻ സ്പീഡാണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയായിരുന്നു, 60 പ്ലസ് 80 എത്ര കിട്ടി, 140 അല്ലെ. 140 ബൈ ടൈം എത്ര ഇവിടെ തന്നിട്ടുള്ളത്, 10 സെക്കൻഡ്. അപ്പൊ 10 0 വെട്ടി 14 മീറ്റർ പെർ സെക്കൻഡ്. ഇനി രണ്ടാമത്തെ നമ്മളോട് വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞത്. വെലോസിറ്റി പ്രവേഗം കാണാൻ പറഞ്ഞാൽ എന്താണ്, സ്ഥാനാന്തരം ബൈ സമയാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ എത്രയാണ്, 110 ആണ്. അപ്പൊ 110 മീറ്റർ ബൈ ടൈം എത്ര, 10 സെക്കൻഡ്. 0 0 വിട്ട 11 മീറ്റർ പെർ
സെക്കൻഡ്. ഈസി അല്ലേ? അപ്പൊ മക്കളെ നമ്മളിപ്പോ ചെയ്ത 5 പ്രോബ്ലങ്ങൾ എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പ്രോബ്ലം ആണ്. നിങ്ങൾ സയൻസിന്റെ എക്സാം എഴുതുമ്പോൾ ഒരേ ടൈമിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതുന്ന സമയത്ത് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ഇതൊരു ഒറ്റ പ്രാവശ്യം കേട്ട് ഒരു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾ പഠിക്കും. അപ്പൊ എന്ത് ചെയ്യുക, വരാനിരിക്കുന്ന ഓണപരീക്ഷ നല്ല ഉഷാറായിട്ട് പഠിക്കുക. നമ്മുടെ പബ്ലിക് ലൈവുകളൊക്കെ ഉണ്ടായിരിക്കും, അതിനകത്ത് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് എഴുതാം. All the best.